ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റമദാൻ സ്പെഷ്യലായിട്ട് ഒരു പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ അതിൻ്റെ കൂഞ്ഞൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനത് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ പകുതി നാരങ്ങ, പഞ്ചസാര, ഐസ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ 1 കപ്പ് പൈനാപ്പിൾ എടുത്തിരിക്കുന്നത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കണം. നാരങ്ങയുടെ ജ്യൂസ് ഞാനൊരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ അടിക്കുമ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ഐസിൻ്റെ ക്യൂബാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചാലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഹണി ചേർത്തിട്ട് വേണമെങ്കിലും ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജ്യൂസൊക്കെ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1 വലിയ ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എടുത്ത പൈനാപ്പിളിന് അത്ര മധുരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഓരോരുത്തരും മധുരം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാതെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അതിനൊരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ജ്യൂസ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ആൻഡ് പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്